പ്ലീസ് തള്ളല്ലേ തള്ളല്ലേ പ്ലീസ് എന്റെ ലഗേജ് ഒന്ന് എടുത്തോട്ടെ. അല്ല അങ്ങോട്ട് ബാലൻസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അല്ല അതല്ല അല്ല വേറെ ഇല്ലേ തെരുവോടൊന്നും സമാനം. എനിക്ക് സാർ എനിക്ക് ബാലൻസ് ഇട്ടുണ്ട്. എനിക്കുണ്ട്. അയ്യോ ബാലൻസ് തരാണ്ടോ? 50 രൂപ 3 മാറി എടുത്തോ. 20 രൂപ പെൺകുട്ടി കൊടു. 20 50 4 50 കാർന്നോർ കൊടു. 3 മാറി എടുത്തോടോ. 50 രൂപ മനസ്സിലാവത്തില്ലയോ? അയ്യോ തന്നാലും കൂടെ വന്ന് കൊണ്ടുപോകണം. സമയം ഞാൻ മാറിക്കൊണ്ടിരാണ്. പേടിക്കണ്ടെന്നേ. അല്ല അതുകൊണ്ടല്ല എന്റെ ബാലൻസ് വേറെ ശരി 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 അയാൾ മാറിക്കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ അയാൾ മാറിക്കൊണ്ടു. ഞാൻ എങ്ങനെ വരും? അയാളുടെ പേരെന്തുവാ? പോയി തിരക്കടോ. ചില്ലറ വാങ്ങാനെന്നും പറഞ്ഞു പോയ യാത്രക്കാരനെ തിരക്കി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്ന ബസ്സിനരികിൽ തന്നെ കാത്തു നിൽക്കുന്നു. ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ എത്ര സമയം വെയിറ്റ് ചെയ്യാ? അല്ല ഞാനും നിങ്ങളോട് ഇവിടെ വെയിറ്റ്. എനിക്കതറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാശ് വേണം. അയാൾ കാശ് കൊണ്ടുവരാൻ ഞാൻ ഇവിടെ തരാനാ. എനിക്ക് ഇപ്പൊ എന്റെ കാശ് വേണം എന്ന് പറഞ്ഞാൽ താൻ കാശ് തന്നില്ലെങ്കിലേ തന്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തോണ്ട് പോകും. അയ്യോ അല്ല കുഴപ്പമില്ല, അതങ്ങ് വീട്ടിൽ എത്തിച്ചാ മതി. എന്തൊരു മനുഷ്യനാ ഒരുമാതിരി യൂസ്ലെസ്. എന്റെ ദൈവമേ, ഇന്നാദ്യം ഞാൻ കണി കണ്ടത്. താമസം മാറി വരികയായിരിക്കും അല്ലേ? അല്ല എങ്കിൽ പിന്നെ വല്ല കച്ചവടത്തിനുമായിരിക്കും ഇത്രയും സാധനങ്ങൾ. അതെ കച്ചവടത്തിന് തന്നെ. തനിക്ക് വല്ല വാങ്ങണമെന്നുണ്ടോ? വേണ്ട, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഒരു കണ്ടോ പിടിക്കായിരുന്നു പണി. എന്തോ? അല്ല ശരിക്കും പിടിച്ചിരുന്നോളാൻ പറഞ്ഞ. ഓ ശരിക്ക് തന്നെ പിടിച്ചിരിക്കുന്നത്. എവിടെ പിടിച്ചാലെന്താ? സെപ്റ്റിക് ആവാതിരുന്ന എന്റെ ഭാഗ്യം. ബസ്സിനകത്ത് അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ. എന്റെ വണ്ടി നിർത്തോ? നിർത്തേ. എന്റെ വണ്ടി തന്റെ വണ്ടിയാ? ഇത് എന്റെ വണ്ടിയാണ്. അതല്ല നിർത്തോ. അപ്പാ 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 അപ്പോ എന്റെ അമ്മ ഈശ്വരാ. അപ്പാ നിനക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ? അപ്പന്റെ മേലെ ചവിട്ടി കയറി നിന്നിട്ടാ അപ്പാന്ന് വിളിക്കാ. അപ്പൊ റോഡിൽ കിടക്കാൻ ആരറിഞ്ഞു? അപ്പം ബസ് സ്റ്റാൻഡിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്തിനാ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പ്രതീക്ഷിക്കാൻ പോയത്? നിന്നെ കൊണ്ടുവരാൻ ഞാൻ കാറുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. പിന്നെന്തിനാ അപ്പ എന്റെ അടി കയറി കിടന്നേ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. നീ ആ സാധനങ്ങൾ എടുത്തതിനകത്ത് കിടാ. അമ്മയും ശരിയാ, മക്കളും ശരിയാ, അപ്പനും ശരിയാ.